ഓൾ നമ്മള് സൈക്കോളജിയിൽ ഏതെങ്കിലും കോമ്പറ്റേറ്റീവ് എക്സാംസിന് ലൈക്ക് UGC നെറ്റ് അല്ലെങ്കിൽ JRF സെറ്റ് അല്ലാന്നുണ്ടെങ്കിൽ നമ്മള് സൈക്കോളജി എംഫിലിൻ ക്ലിനിക്കൽ സൈക്കോളജി എൻട്രൻസ് എക്സാം ഇങ്ങനത്തെ എക്സാംസിനൊക്കെ പ്രിപ്പയർ ചെയ്യുമ്പോൾ നമ്മൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു യൂണിറ്റ് ആണ് റിസർച്ച് മെത്തഡോളജി ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയുന്ന ഒരു യൂണിറ്റ്. അപ്പോൾ നമുക്ക് ചിലർക്കെങ്കിലും സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയുന്ന ഒരു ഏരിയ കുറച്ച് ബുദ്ധിമുട്ടുള്ളതായിട്ട് പറയാറുണ്ട്. കാരണം ഇതിൽ വരുന്ന മാത്സ് കുറച്ചൊക്കെ ഒരു മാത്തമാറ്റിക്കൽ ആയിട്ടൊക്കെ കുറച്ച് വരുന്നതുകൊണ്ട് തന്നെ പലർക്കും ബുദ്ധിമുട്ടുകളായിട്ട് പറയാറുണ്ട്. റിസർച്ച് മെത്തഡോളജി എന്ന് പറഞ്ഞൊരു ഭാഗം പിന്നെ കുറച്ചും കൂടി തിയററ്റിക്കൽ ആയതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടില്ല. അങ്ങനെ ബുദ്ധിമുട്ട് ഉള്ളവർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്സ് കുറച്ചുകൂടി ബുദ്ധിമുട്ടുള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാന്ന് വിചാരിച്ചത്. അപ്പോൾ നമ്മൾ ഇതിലുള്ള ക്വസ്റ്റ്യൻസ് അധികം എല്ലാവർക്കും അറിയണ പോലെ തന്നെ essay ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് പലതും മെജോറിറ്റി വരുന്നത് ഇതിൽ. അപ്പോൾ ഇതുപോലുള്ള ക്വസ്റ്റ്യൻസ്. അപ്പോൾ ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ പ്രാക്ടീസ് ചെയ്ത് തന്നെ നമ്മൾ ഇതില് യൂണിറ്റ് തന്നെ നമുക്ക് കവർ ചെയ്യാൻ പറ്റും. അത്തരത്തിലുള്ളതാണ് ഈ essay ടൈപ്പ് ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ഇതിലുള്ള ഓരോ സെന്റൻസ് നോക്കിയാൽ തന്നെ നമുക്ക് ആൻസറിലേക്ക് നമ്മൾ എത്താൻ പറ്റും. അതെങ്ങനെയാന്ന് ഞാൻ പറഞ്ഞുതരാം. അപ്പൊ നമ്മൾ ആദ്യം ക്വസ്റ്റ്യൻ എന്താണെന്ന് വായിക്കാം. ആദ്യം നമ്മൾ ഇത് വായിച്ചു പോകാം ജസ്റ്റ്. An experiment was performed varying modality of presentation at 2 levels and retention interval B at 3 levels. ഈ ഒരു സെന്റൻസ് തന്നെ നമുക്ക് രണ്ട് കാര്യങ്ങൾ കിട്ടി. ഒന്നെന്ന് പറയുന്നത് ഞാൻ അണ്ടർലൈൻ ചെയ്യാം. ഒന്നെന്ന് പറയുന്നത് മൊഡാലിറ്റി ഓഫ് പ്രസന്റേഷൻ എന്നുള്ളൊരു കാര്യം, പിന്നെ 2 ലെവൽസ് എന്നുള്ളൊരു കാര്യം, പിന്നെ റിട്ടൻഷൻ ഇന്റർവെൽ അറ്റ് 3 ലെവൽസ്. നമുക്കറിയാം ഇത് രണ്ടും ഈ ഒരു എക്സ്പെരിമെന്റിലെ ഇൻഡിപെൻഡന്റ് വേരിയബിൾസ് ആണ്. അതെങ്ങനെ നമുക്ക് മനസ്സിലായതെന്ന് വെച്ചാല് നമ്മൾ ഒരു എക്സ്പെരിമെന്റിൽ നമ്മൾ വേരി ചെയ്യുന്ന സാധനമാണ് ഇൻഡിപെൻഡന്റ് വേരിയബിൾ എന്ന് പറഞ്ഞാൽ. അതായത് എക്സ്പെരിമെന്റർ എന്താണോ അവിടെ മാനിപ്പുലേറ്റ് ചെയ്യുന്നത് ആ സാധനത്തിനെയാണ് ആ വേരിയബിൾസിലാണ് നമ്മൾ ഇൻഡിപെൻഡന്റ് വേരിയബിൾസ് എന്ന് പറയാം. അപ്പൊ നമ്മൾ ഇവിടെ വേരിയിങ് മൊഡാലിറ്റി ഓഫ് പ്രസന്റ് കണ്ടപ്പോൾ നമുക്ക് മനസ്സിലായി അതെന്താണ് ഇൻഡിപെൻഡന്റ് വേരിയബിൾസ് ആണ്. ഇനി റീകോൾ സ്കോർസ് വെയർ യൂസ്ഡ് ആസ് ഡിപെൻഡന്റ് വേരിയബിൾ. അത് ഇവിടെ നമുക്ക് പറഞ്ഞു തന്നുകൊണ്ട് പിന്നെ അത് ഡിക്കോഡ് ചെയ്തെടുക്കേണ്ട കാര്യമില്ല. നമ്മൾ റീകോൾ സ്കോർസ് ആണ് ഇവിടെ ഡിപെൻഡന്റ് വേരിയബിൾസ് ആയിട്ട് വരുന്നത്. അപ്പൊ നമ്മൾ ഇതിൽ നിന്ന് തന്നെ എന്ത് മനസ്സിലായി? ഇത് ഇൻഡിപെൻഡന്റ് വേരിയബിൾസ് 2 ലെവൽസിലും ഉണ്ട്, ഒരു വേരിയബിൾ ഉണ്ട്, 3 ലെവൽസിൽ ഒരു വേരിയബിളും ഉണ്ട്. അപ്പൊ നമുക്ക് ഇതിൽ നിന്ന് മൊത്തത്തിൽ എത്ര ഗ്രൂപ്പ് ഉണ്ട് എന്നുള്ളത് നമുക്ക് ഈ ഒരു സെന്റൻസ് തന്നെ മനസ്സിലായി. എത്ര ഗ്രൂപ്പ്സ് ഉണ്ട് മൊത്തത്തില്? 2 into 3 ആണ് നമ്മളപ്പോ കൂട്ടുക. 2 ലെവൽസും 3 ലെവൽസും ഇൻറ്റു ചെയ്തിട്ടുണ്ടെങ്കിൽ 6 ആണ് നമുക്ക് കിട്ടുക. അപ്പോ മൊത്തത്തിൽ 6 ഗ്രൂപ്പ് ഉണ്ട് ഈ ഒരു എക്സ്പെരിമെന്റിൽ. അപ്പോ നമുക്ക് ഇത്രയും സെന്റൻസ് അതാണ് കിട്ടിയത്. ഇനി ഈച്ച് സെൽ കണ്ടെയ്ൻഡ് റാൻഡംലി അസൈൻഡ് 15 സബ്ജക്ട്സ് എന്ന് പറഞ്ഞു. അപ്പോൾ മൊത്തത്തിൽ 6 ഗ്രൂപ്പ്സ് ഉണ്ട്. അങ്ങനെ ഓരോ ഗ്രൂപ്പിലും 15 സബ്ജക്ട്സ് ഉണ്ട് എന്നുണ്ടെങ്കിൽ മൊത്തത്തില് നമുക്ക് എത്ര പാർട്ടിസിപ്പൻസ് മൊത്തത്തിൽ ഉണ്ടാവുമെന്ന് നമുക്ക് അറിയാം. എത്ര ഉണ്ടാകും? ഇങ്ങനെയാണ് നമ്മൾ ഇതിന്റെ ഞാൻ ജസ്റ്റ് ഇതൊന്നും നമ്മൾ ക്വസ്റ്റ്യൻസിൽ പറഞ്ഞിട്ടുള്ള കാര്യമില്ല. പക്ഷേ നമ്മൾ 2 ലെവൽസ്, അതായത് നമ്മുടെ എന്താ പറഞ്ഞത്, മൊഡാലിറ്റി ഓഫ് പ്രസന്റേഷൻ എന്ന് പറയുന്ന ഒരു വേരിയബിൾ 2 ലെവൽസിൽ ഉണ്ടെന്ന് പറയുമ്പോൾ ഞാൻ ജസ്റ്റ് അത് ഇമാജിൻ ചെയ്തതാണ്. നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് കണ്ട മനസ്സിലാവും ഇത് മെമ്മറി റിലേറ്റഡ് ആയിട്ടുള്ള ഒരു എക്സ്പെരിമെന്റ് ആണ് ഇവിടെ എക്സ്പെരിമെന്റർ ചെയ്യുന്നത്, പെർഫോം ചെയ്യുന്ന ക്യാരി ഔട്ട് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ഇവിടെ 2 ലെവൽസിൽ മൊഡാലിറ്റി ഓഫ് പ്രസന്റേഷൻ ഉണ്ടെന്ന് പറയുമ്പോൾ ഞാൻ ജസ്റ്റ് ഇമാജിൻ ചെയ്തതാണ്. അത് ഒരു ഓഡിറ്ററിയോ അല്ലെങ്കിൽ വിഷ്വൽ ആയിട്ടുള്ള പ്രസന്റേഷനോ ആവാം. കാരണം മെമ്മറി എക്സ്പീരിയൻസ് ഒക്കെ അങ്ങനെയാണ്. നമ്മൾ ഡിഗ്രിക്കൊക്കെ ചെയ്തിട്ടുണ്ടാവും മെമ്മറി എക്സ്പീരിയൻസ്. നമ്മൾ പാർട്ടിസിപ്പൻസിന് നോൺസെൻസ് ആയിട്ടുള്ള സിലബിൾസ് കൊടുക്കും, അത് റീകോൾ ചെയ്യാൻ പറയും. അത്തരത്തിലുള്ള ഒരു എക്സ്പെരിമെന്റ് ആണ് ഇവിടെ ചെയ്തിട്ടുള്ളത്. അപ്പൊ നമ്മൾ ജസ്റ്റ് ഇമാജിൻ ചെയ്യുക അത് ഡിഫറെന്റ് ഒരു 2 ലെവൽസിൽ നമ്മൾ ഒരു പ്രസന്റേഷൻ ഉണ്ടെന്ന് പറയുമ്പോൾ 2 ടൈപ്പ് പ്രസന്റേഷൻ നമ്മൾ ഒരു ഓഡിറ്ററി ആയിട്ട് നമ്മൾ എന്താണ് പ്രസന്റ് ചെയ്യുക, ആൻഡ് വിഷ്വലി ആയിട്ട് പ്രസന്റ് ചെയ്യുക, അങ്ങനെ രണ്ടെണ്ണം. പിന്നെ എന്താണ് റിട്ടൻഷൻ ഇന്റർവെല്ല്. റിട്ടൻഷൻ ഇന്റർവെൽ എന്ന് പറയുമ്പോൾ നമ്മൾ എന്താണ്, നമ്മൾ ഒരു കാര്യം നമ്മളെ പാർട്ടിസിപ്പന്റിന് പ്രസന്റ് ചെയ്ത് കഴിഞ്ഞിട്ട് അത് റീകോൾ ചെയ്യാന് നമ്മൾ എത്ര ടൈം ഇന്റർവെല്ലാണ് ഗ്യാപ്പാണ് കൊടുക്കുന്നത് എന്നുള്ളതാണ്. അപ്പൊ ഞാൻ അതും നമ്മൾ 3 ലെവൽസ് ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ നമ്മൾ ജസ്റ്റ് ഇമാജിൻ ചെയ്യുക 3 ലെവൽസ്. ഒന്നെന്ന് പറയുന്നത് റീകോൾ ഇമ്മീഡിയറ്റ്ലി ആഫ്റ്റർ പ്രസന്റേഷൻ, പിന്നെ റീകോൾ ആഫ്റ്റർ ഡൂയിങ് സം മാത്തമാറ്റിക്കൽ കാൽക്കുലേഷൻ, തേർഡ് വൺ റീകോൾ ആഫ്റ്റർ ആൻ അവർ. അപ്പൊ അങ്ങനെ 3 ലെവൽസ് ഉണ്ടെന്ന് നമ്മൾ ഇമാജിൻ ചെയ്തു. അപ്പൊ അങ്ങനെ മൊത്തത്തിൽ പറയുമ്പോൾ 6 സെൽസ് നമ്മൾ ഇതിൽ കാണാം. അങ്ങനെ ഈ 6 സെൽസ് ആണ് നമ്മൾ 6 ഗ്രൂപ്പ്സ് ഉണ്ടെന്ന് പറഞ്ഞില്ലേ, അത്
നമ്മൾ അങ്ങനെയാണ് കിട്ടിയത്. അപ്പൊ ഈ 6 ഗ്രൂപ്പ്സിലായിട്ട് 15 സബ്ജക്ട്സ് ആണ് മൊത്തത്തില് ഓരോ ഗ്രൂപ്പിലുള്ളത്. അപ്പൊ നമ്മൾ ഈ 6 × 15 നമ്മൾ ഇൻറ്റു ചെയ്തിട്ടുണ്ടെങ്കിൽ എത്ര കിട്ടും? 90 എന്നുള്ള ഒരു നമ്പർ കിട്ടും. അങ്ങനെ നമ്മൾ ജസ്റ്റ് ബാക്കിയുള്ള വായിക്കാം. ആഫ്റ്റർ ദ എക്സ്പെരിമെന്റ് വാസ് ഓവർ, സെൽ വൈസ് മീൻസ് ആൻഡ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻസ് വെയർ കമ്പ്യൂട്ടഡ്. The cell-wise standard deviations were approximately equal. The data were analyzed by following suitable ANOVA model. നമുക്കറിയാം 2 or more ഇൻഡിപെൻഡന്റ് വേരിയബിൾസ് വരുമ്പോൾ നമ്മൾ അനോവയാണ് നമ്മൾ സ്റ്റാറ്റിസ്റ്റിക് എന്താണ് ടെസ്റ്റ് ചെയ്യുക. അനോവയാണ് നമ്മൾ യൂസ് ചെയ്യുക. അപ്പോൾ വൺ ഓഫ് ദ ഇൻട്രസ്റ്റിംഗ്, അപ്പൊ ഇതൊന്നും നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യമില്ല, കാരണം ഈ പെർട്ടിക്കുലർ ക്വസ്റ്റ്യനിൽ ഇതൊന്നും നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് ഞാൻ ഈ ഒരു ക്വസ്റ്റ്യനിന് വേണ്ടിയിട്ട് ഞാൻ ഇതൊന്നും എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. നമുക്ക് ഇത് റെലവെന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ വരുമ്പോൾ അതൊക്കെ നമ്മളെ എക്സ്പ്ലെയിൻ ചെയ്ത് പോവാം. ഈ ഒരു ക്വസ്റ്റ്യൻസ് നമുക്കറിയാം, നമ്മൾ ലാസ്റ്റ് ചോദിക്കുന്നത് എന്താണ്? ഹൗ മെനി സബ്ജക്ട്സ് വെയർ എംപ്ലോയിഡ് ഇൻ ദ അബോവ് എക്സ്പെരിമെന്റ്. ഇതാ ചോദിച്ചിട്ടുള്ളത്. നമ്മൾ ആദ്യം നമുക്ക് ഇതിന്റെ ആൻസർ കിട്ടി. അതായത് 15 × 6 എന്നുള്ളത് 6 ഗ്രൂപ്പ്സ് ഇൻറ്റു 15 സബ്ജക്ട്സ് ഓരോ ഗ്രൂപ്പിലും ഉണ്ട് എന്ന് പറയുമ്പോൾ നമുക്ക് 90 സബ്ജക്ട്സ് മൊത്തത്തിൽ ഉണ്ട് എന്നുള്ള ആൻസർ നമുക്ക് ഓൾറെഡി കിട്ടി. അപ്പൊ നമുക്ക് ഇതില് എന്താണ് ഈ ബാക്കി പറയുന്ന സെന്റൻസ് ഒന്നും നമുക്ക് ഇപ്പൊ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യമില്ല. ഇത് റെലവെന്റ് ആയിട്ട്, അതായത് അനോവയെ കുറിച്ച് പറയുന്നതും ഇതൊക്കെ നമുക്ക് ഇതിൽ ഇമ്പോർട്ടന്റ് ആണ്. ഏത് ഈ അനോവ ഓർ സോറി അല്ലെങ്കിൽ MSA ഇൻറ്റു MSA by MSE ആൻഡ് സിഗ്നിഫിക്കൻസ് ലെവൽസ് എന്തൊക്കെയാണ്, ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഈ പർട്ടിക്കുലർ ക്വസ്റ്റ്യനിൽ നമുക്ക് എന്തല്ല ഇമ്പോർട്ടന്റ് അല്ല. അത് റെലവെന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് വരും. അപ്പോൾ നമുക്ക് അത് ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്ത് ഇങ്ങനെ പോകും. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യന് നമ്മൾ ആദ്യത്തെ കുറച്ച് സെന്റൻസ് ഡീകോഡ് ചെയ്തെന്ന് നമുക്ക് മനസ്സിലായി, ആൻസർക്ക് നമ്മൾ എത്തി. അപ്പോൾ ഇത് ഡിഫിക്കൽട്ട് ലെവൽ ഒരു ക്വസ്റ്റ്യൻ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഇതിന്റെ ആൻസർ കണ്ടെത്താൻ പറ്റി. നമ്മൾ ഒരു മോഡറേറ്റ് ലെവലിൽ നിന്നൊക്കെ നമ്മൾ ഇതിന് മാറ്റേണ്ടി വരും, വിളിക്കേണ്ടി വരും. കാരണം നമ്മൾ അത്രക്ക് നമ്മൾ ഒരുപാട് ചിന്തിക്കാറൊന്നുമില്ല. നമുക്ക് ഈ ഒരു കോൺസെപ്റ്റ് എന്താണ്, ഇൻഡിപെൻഡന്റ് വേരിയബിൾ എന്താണ്, ഡിപെൻഡന്റ് വേരിയബിൾ എന്താണെന്ന് നമുക്ക് അറിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ആൻസർ ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യനാണ്. അപ്പൊ നമുക്ക് വരും വീഡിയോസ് നമുക്ക് ഇതേപോലെയുള്ള ഡിഫിക്കൽട്ട് ആൻഡ് മോഡറേറ്റ് ലെവൽ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് വർക്ക്ഔട്ട് ചെയ്യാം. ഓക്കെ, ഹാപ്പി ലേണിംഗ്. ബൈ.